അപ്പോഴേ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാലേ ഈ കാണുന്ന ഒരു മഹാഗണി തൈ ഉണ്ടല്ലോ അത് മുറിച്ച് കളയാന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ടാണ് മുറിക്കണമെന്ന് അറിയാം. ആൾക്കാർക്ക് ഈ മഹാഗണിനെ പറ്റിയിട്ട് വലിയൊരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. പണ്ട് ഈ പരിസ്ഥിതി ദിനത്തിൻ്റെയൊക്കെ സമയത്തെ സ്കൂളുകളിൽ നിന്ന് വൃക്ഷത്തൈകൾ കൊടുക്കും. അതിൽ മഹാഗണി കൊടുത്തൊരു കാലം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ അതിൽ പെട്ടതാവാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് കുഴിച്ചിട്ട് ഒരുമാതിരിപ്പെട്ട ഈ ടൈപ്പ് മരങ്ങൾ മുഴുവൻ ഒരു വിധമൊക്കെ ഞങ്ങൾ മുറിച്ചുപോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 3 സെൻറ്റും 4 സെൻറ്റിലൊക്കെ വീടുള്ള ആൾക്കാർ ഇത് കുഴിച്ചിടുക മതിലരുവത്തും അല്ലെങ്കിൽ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്കായിരിക്കും കുഴിച്ചിടുക. ഈ സാധനം ഒരു 5-6 വർഷം കൊണ്ടൊക്കെ വളർന്ന് വലുതാവും. ഒരു 2-3 ആൾക്കാർ കൂടി പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള മഹാഗണികളൊക്കെ ഉണ്ട്. ഇത് പറമ്പിൽ അല്ലെങ്കിൽ കാട്ടുമരമായിട്ട് വളർന്ന ഒരു സംഭവമാണ്. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഈ ചെറിയ സ്ഥലങ്ങളിൽ ഇടിഞ്ഞ സ്ഥലങ്ങളിൽ ഇത് കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ മതിൽ പൊട്ടുന്ന പ്രശ്നം, ഇന്റർലോക്ക് പൊട്ടുന്ന പ്രശ്നം, അപ്പുറത്തെ വീട്ടിലേക്ക് പടരുന്ന പ്രശ്നം, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇടിഞ്ഞ സ്ഥലങ്ങളിൽ ഈ മഹാഗണി കുഴിച്ചിടാതിരിക്കുക. നല്ല പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ധാരാളം കുഴിച്ചിടുക. അപ്പോൾ നമുക്ക് ഈ വൃക്ഷങ്ങളെ കൊണ്ടുള്ള ആ ഗുണവും കിട്ടും, മുറിച്ച് മാറ്റേണ്ടതായിട്ട് വരില്ല.